YouTube channel. Welcome back to our YouTube. This used to be one of my biggest delusion. YouTube channel തുടങ്ങിയിട്ട് hey guys, welcome to my YouTube channel. Okay. ഇത് ഞാൻ അതേപോലെയാണ് ഇടാൻ പോണത്. അപ്പൊ എന്താണ് ഇന്ന് നമ്മുടെ ഫംഗ്ഷൻ? Hey guys, ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് day in my life. അല്ല, അനുവിന്റെ ഹൽദി. That is a day in my life. Oh my god. That is a day in my life. Guys, kindly like, share and subscribe guys. Don't forget to hit the bell button. So എന്താണ് ഇന്ന് നമുക്ക് പരിപാടി? അനുവിന്റെ ഹൽദി. അനുയുടെ ഹൽദി. ഹൽദി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തായിരിക്കും ഉണ്ടാവുക? All about Anu's ഹൽദി. നമ്മുടെ ഗ്രൂം ഇവിടെ ഉണ്ട്, ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത് ബ്രൈഡിന്റെ കൂട്ടുകാരിയും ഒരുങ്ങുന്നു. മാഡം സുഖാണോ? ഇത് ബ്രൈഡിന്റെ ഫ്രണ്ടാണ്, അടുത്ത ഫ്രണ്ട്. ഫുൾ ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങുകയാണ് ഗൈസ് മേക്കപ്പ് ചെയ്യാൻ. ഒരിടയ്ക്കുള്ള മാറ്റം എന്തൊക്കെയാന്ന് നോക്കാം. അതായത് അതിന് മുമ്പ് ഞാൻ വളരെ ദുരന്താണെന്നാണ് ഒട്ടുമല്ല. ഞാൻ ഈ രാത്രിയൊക്കെ ജോലി ചെയ്ത് ഉറക്കമില്ലാണ്ട് എന്റെ കണ്ണിനടിയിലൊക്കെ ഭയങ്കര എന്നിട്ട് ഇത്ര സുന്ദരിയായിട്ട് ഇങ്ങനത്തെ മോട്ടിവേഷൻ ആണ് നമുക്ക് ആവശ്യം. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് മാത്രമേ ഉള്ളൂ ഇത്ര മോട്ടിവേഷൻ, അല്ലാത്ത സമയത്ത് നല്ല തമ എങ്ങനെയുണ്ട്? ഗായ്സ്, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ. തരണ്ടെങ്കിൽ വാ, നമ്മള് എന്റെ ഭർത്താവ് എന്തൊരു ഭംഗിയായിരിക്കണം. സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. ഒരു പൊളിച്ചടുക്കി. സോ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഇസ് അജയ്. ഞാനായിരിക്കും ഇന്ന് നിങ്ങളുടെ MC. എന്നെ സഹിച്ചേ പറ്റുള്ളൂ അടുത്ത 2 മണിക്കൂറത്തേക്ക്. ഹായ് ഗായ്സ്.
ഇത്രയും വർഷമായിട്ട് ഇതുവരെ ആരും ഒരാളെങ്കിലും പറഞ്ഞിട്ടില്ല. നന്ദിയുണ്ട് ബ്രോ, നന്ദിയുണ്ട്. ഞാൻ മറക്കൂല. എന്താണ് പേര്? താരുൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ യാ, അപ്പോ ഇന്ന് ഹൽദി കരയല്ലേ, ഇത് തുടക്കം മാത്രം. ഇന്നല്ല എന്റെ തല ഇട്ടിട്ട് നമുക്ക് കുഴപ്പമില്ല, ഒരു മുൻകൂർ ജാമ്യം എടുത്തു തരാം. First meet, she seemed like a very low-key, mellow, chilled out person. But she is a chilled out person. But she does have another side. She's not mellow all the time. But I like that side. So, yeah. Very shy also. Very shy. കഴിഞ്ഞില്ല. ഇനി ഇപ്പോഴത്തെ ഇംപ്രഷൻ കൂടി പറയണം. ഇല്ല, അത് പറയണം. അതല്ല എന്ത് രസം. ഇപ്പോഴത്തെ ഇംപ്രഷൻ പറയണ്ടേ? യെസ്. സീക്രട്സ്. But the impression and like I've gotten to know other sides of her also. But overall, it comes together as a person, and I couldn't have asked for anybody better. Yes, nice. Very safe answer. Okay, now Anudama, പറയൂ. Same question, yeah, obviously. First impression, even I felt the same. I felt he's very shy. He is an introvert, Adyan Kanamba, but the more you get to know him, the more fun he is. ഓക്കുപേഷൻ ഇപ്പൊ എന്താ? ഡോക്ടർ അല്ലേ? കോപ്പി അടിച്ച് പാസ്സായതല്ലോ. കറക്റ്റ് അതുപോലെ തന്നെ. അവിടെ എന്താ പറയുക, അത് തന്നെ ഇവിടെ. ശരി പോട്ടെ. ഇന്ന് നിങ്ങളുടെ ദിവസം ആയതുകൊണ്ടും നിങ്ങളാണ് കാശ് തരുന്നതുകൊണ്ടും ഞങ്ങൾ ഓക്കെ പറയുന്നു. ഓക്കെ, നല്ലൊരു മോനാ. This is what she keeps saying, and I think she's 100% right about that, because when we got to meet him, we understood nalloru mona. So there's no opinion against that, and we still feel that. ഓക്കെ, യു ഗോട്ട് ഫാൻസ്. വൈഷ്ണവിന് കുറെ ഫാൻസ് ഉണ്ട്. ഇനി സത്യം പറയാൻ വൈഷ്ണവിന് ഫ്രണ്ട്സ് ഉണ്ട്. എങ്ങനെയാ, ഹൗ യു ഗോട്ട് ടു നോ അബൌട്ട് ദിസ് തിങ് ആൻഡ് മാരേജ് ആൻഡ് അനുപമ? ഐ തിങ്ക് എപ്പോഴായിരുന്നു? ഓണത്തിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നത്. ഐ തിങ്ക് ഓണത്തിൻ്റെ സമയത്തായിട്ട് ഐ ഹാഡൻ സീൻ ഹിം ഇൻ എ വൈൽ. അപ്പം അതിന് മുമ്പ് ഐ ന്യൂ ദാറ്റ് ദേ വർ ലുക്കിംഗ് ഫോർ ഹിം. അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഐ ന്യൂ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് they would find anyone so fast. അതെന്താ പ്രശ്നം? ഇത്രയും സുന്ദരനായ ചെക്കൻ, സോമനായ ചെക്കൻ. Yes, because he was not very interested at that point of time. I remember kind of he was not interested at that time. Then when I met him, അന്ന് വീട്ടിലേക്ക് പോയപ്പോൾ when I met him, he's like, അമ്മു എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയ്ക്ക് എന്താ? He's like, I met this girl. Yeah. I'm like, what? Yeah. He's like, yeah. Then he's like, I'm gonna marry her. Yeah, like, he was telling me that. I was like, oh. Then the first time I spoke to her was on video call, and she was so shy. But yeah, that's how we all found out. ഒരു ബട്ട് വന്നിട്ടുണ്ട്. ബട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, യു ജസ്റ്റ് ഹാവ് ടു ബ്രിങ് ദ തിങ് ഓർ ഹ്യൂമൻ ഓർ വാട്ട് എവർ. ഓക്കെ, ബാക്ക്. സോ വെൻ യു കം ബാക്ക്, കുറച്ച് ചെയർസുകൾ ഉണ്ടാവില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും സീറ്റ്സ് മാറ്റും. സോ നോട്ട് നെസസറി ഇത് നിങ്ങളുടെ സ്വത്താണ്. ഇറ്റ് ക്യാൻ ചേഞ്ച്. ഓക്കെ, പിന്നെ അവിടെ ഇരുന്നാൽ മതി, തിരിച്ചേരണ്ട. ഇത്രയും കഷ്ടപ്പാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ റെഡി അല്ലേ എല്ലാവരും? ആദ്യം നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റഫറി ചീറ്റിങ് ചെയ്യണ്ടോ നോക്കിക്കോട്ടോ ഇവിടുന്ന്. ഓക്കെ, സോ എല്ലാവരും പോയിട്ട് എന്നെ നോക്കണ്ട, ഫ്രണ്ടിലോട്ട് നോക്കോ. എല്ലാരും പോയിട്ട് ബാക്കി അറിയും. എല്ലാരും പോയിട്ട് ഒരു വള എടുത്തോണ്ട് പോവാ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അനുവിൻ്റെ ഹൽദി. എൻ്റെ കഥയില്ലാണ്ട് എന്താഘോഷമല്ലേ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു കുഞ്ഞു റീല് ഹൽദീൻ്റെ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നടത്തിയത്, ആരാ ഇവൻറ്റ്സ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ആ കഥകളൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഹൽദി നടത്തിയത് നിഹാരയിൽ വെച്ചിട്ടാണ്. നിഹാര റിസോർട്ട്സ് കൊച്ചിയിൽ തന്നെയാണ്.
അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഹൽദി ഓർഗനൈസ് ചെയ്ത് ആ ഒരു റിസോർട്ടിൻ്റെ ഒരു കോർണർ പോർഷൻ, ഒരു വാട്ടർ ഫേസിങ് പോർഷനിലാണ് നമ്മൾ ഹൽദി ഓർഗനൈസ് ചെയ്തത്. അപ്പം അതിൻ്റെ ഇവൻറ്റ്സ് ഫുള്ളി ചെയ്തത് ഷഫിൾ ഇവൻറ്റ്സ് ആണ്. അപ്പം അവരാണ് ഗെയിംസ് ഓർഗനൈസ് ചെയ്തതും എല്ലാം ഫുള്ളി ഹൽദി മൊത്തത്തിൽ നമ്മൾ അവരെ ഏൽപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഡെക്കോർ ആണെങ്കിലും എല്ലാം അവരാണ് ചെയ്തത്. പിന്നെ ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഹൽദി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അത് ഒരു 6:30-7 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു, കുറേ ഫണ്ണി തിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം എനിക്ക് ഇതിൽ അതേപോലെ കാണിക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തിനെയും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുകളുണ്ട്. സോ ആ പാട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് കൂടുതലും എൻ്റെ കഥകളായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ സോ ഓക്കെ എത്രയ്ക്കാണ് കാശ്? 500 20 സാരമില്ല 500. ഇത് കൊടുത്തവരൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. ചീറ്റിംഗ് അപ്പൊ ഈ ക്യാഷ് എവിടെ നിന്ന് വന്നേ? അങ്കിൾ ഒന്ന് കൊടുത്തു, ആന്റി ഒന്ന് കൊടുത്തു. അങ്ങനെയാണോ? ഞാൻ എന്റെ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി നിങ്ങൾ പോയിട്ട് ഒരു നല്ല സൺഗ്ലാസസ് കൊണ്ടുപോകാം. ഇവരുടേത് ലവ് മാരേജ് ആണോ, ഇവരെങ്ങനെയാണ് കണ്ടത്, ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു ഫുൾ വീഡിയോ ഇടുമ്പോൾ അത് ഞാൻ പറയുന്നതായിരിക്കും. സോ ഇതാണ് കറക്റ്റ് സമയം. കാരണം എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടാണ്, എനിക്ക് പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ബ്രൈഡിനെയും ഗ്രൂമിനെയും കുറിച്ച് പറയാം. സോ അനുവിൻ്റെതും വൈഷ്ണവിൻ്റെതും ശരിക്കും പറഞ്ഞാൽ ഒരു അറേഞ്ച്ഡ് മാരേജാണ്. അതായത് രണ്ടുപേർക്കും ആദ്യം കല്യാണം കഴിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മ അനുവിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ സമയത്ത് പതുക്കെ അനു അറിയാൻ ഒരു മാട്രിമോണിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരു പ്രപ്പോസലാണ് കേട്ടോ ഇത്. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, അത് കാശി ജനിച്ച സമയത്തൊക്കെ ഇതിങ്ങനെ അനുവിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൈമാണ്. ലൈക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനു ഒരു തരത്തിലും ഇപ്പം കല്യാണം വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗ്രാജുവലി കുറച്ച് സമയം കഴിഞ്ഞ് അവളോടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനു ഫ്ലാറ്റായി. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ക്യാൻഡിക്ക് പോകുന്നതിന് മുമ്പായിരുന്നു അവരുടെ എൻഗേജ്മെൻറ്റ്. അതിനിപ്പോൾ 1 വർഷമായി. ശരിക്കും വൈഷ്ണവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വൈഷ്ണവിൻ്റെ ഫാമിലി എല്ലാം ലൈക്ക് കോഴിക്കോടാണ്. അങ്കിൾ ഡോക്ടറാണ്, ആൻറ്റി ന്യൂട്രീഷനിസ്റ്റാണ്. അപ്പം അവർ കാലിക്കറ്റ് സെറ്റിൽഡാണ്. വൈഷ്ണവാണെങ്കിൽ ഞങ്ങൾ വിഷ്ണു എന്നാണ് കേട്ടോ വിളിക്കാറ്. വിഷ്ണു MS ഓർത്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ലൈക്ക് ഫൈനൽ ഇയർ ആണ്, ഡോക്ടറാണ്. അത്ര തന്നെ ഉള്ളൂ. അനു ആണെങ്കിൽ ഇപ്പം നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് നീറ്റ് ഏതെങ്കിലും കോളേജിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവരുടെ ലൈഫൊക്കെ ഫുൾ കളറാണ്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പുതിയ ആൾ വന്നതൊന്നുമില്ല. നമ്മൾ ഭയങ്കര കൂട്ടാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അനിയത്തിയുമില്ല, അനിയനില്ല, എനിക്കുള്ളതൊരു ചേട്ടനാണ്. പിന്നെ എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്കൊരു ചേച്ചീനെ കിട്ടി. അതേപോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്കൊരു അനിയത്തിയെ കിട്ടി. ഞാനും അനുവും എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ശരിക്കും എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അനു. അതേപോലെ തന്നെയാണ് ഇപ്പം വിഷ്ണു. എനിക്ക് അനിയനില്ലായിരുന്നു. ശരിക്കും പാറുച്ചേച്ചി എന്ന് വിളിക്കുമ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു അനിയനെ കിട്ടിയ പോലെയാണ്. ഇവർ ഞങ്ങളെ രണ്ടുപേരും കാട്ടിലും കുറച്ച് ഇളയ കുട്ടികളാണ്. അപ്പം നമ്മളിപ്പോൾ 4 പേരും ലൈക്ക് ഞങ്ങൾക്ക് അവന് സിബ്ലിങ്സ് ഇല്ല. അപ്പം അവനൊരു ചേച്ചീനെയും ചേട്ടനെയും കിട്ടി. അതേപോലെ ഞങ്ങൾക്ക് ഒരു അനിയനെയും കിട്ടി. അത്രയേ ഉള്ളൂ. സോ അടിപൊളിയാണ്. നമ്മൾ ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നാൾ പോകുന്നിടം വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ടൈം. പിന്നെ എന്തായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കല്യാണം. ഹൽദി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം താലികെട്ടും. അത് അന്ന് വൈകിട്ട് സംഗീതം. നെക്സ്റ്റ് ഡേ ആയിരുന്നു സോഷ്യൽ വെഡ്ഡിങ്. അങ്ങനെ അടുപ്പിച്ച് നമുക്ക് പരിപാടികളായിരുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അറിയിപ്പിനായി ഞാൻ പറയുകയാണ്, ഈ ഒരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴത്തേനും ലൈക്ക് ഫുള്ളി ഞാൻ കുറച്ച് ലോസ്റ്റായി. കാരണം ഞാൻ അവിടുന്ന് 3 മാസം ലൈക്ക് ഞാനിപ്പോൾ ജോലി കയറിയിട്ട് 3 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ പ്രൊബേഷൻ പീരീഡിലാണ്. അപ്പോൾ എനിക്ക് ലീവ്സ് എടുക്കാൻ അങ്ങനെ പറ്റില്ല. സോ എനിക്ക് വൈകുന്നേരം 6:30 തൊട്ട് രാവിലെ 3 മണി വരെ ജോലിയുണ്ട്. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ 3 മണി ആയപ്പോഴത്തേനും എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴത്തേനും മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ ഫുൾ വേറെ ഏതോ ലോകത്തായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും എൻ്റെ തലയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോസും എടുത്തിട്ടില്ല. എനിക്ക് എൻ്റെ ഫോൺ എവിടെയായിരുന്നു എന്ന് കൂടി അറിയില്ല. അപ്പോൾ നമുക്ക് ആകെ ഈ ഒരു വീഡിയോ മാത്രമേ അതിലുണ്ടാവുള്ളൂ. പിന്നെ അനുവിൻ്റെ ശരിക്കും ഒഫീഷ്യലി ഈഡൻ പാർക്ക് വെഡ്ഡിങ്സ് ആണ്
അവളുടെ ഫോട്ടോസൊക്കെ എടുത്തത്. രണ്ടുപേരും ഫോട്ടോസ് അവരായിരുന്നു. അപ്പം അവർ ഒഫീഷ്യൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇറക്കുകയാണെങ്കിൽ ഞാനത് ഇതിൽ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മിക്കവാറും ഈ വീഡിയോ കൊണ്ട് ഇവളുടെ വെഡ്ഡിങ് റിലേറ്റഡ് വീഡിയോ തീരുമായിരിക്കും. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും ഷോർട്സ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. സോ ഹൽദി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഹൽദി തേക്കൽ, അതായത് മഞ്ഞൾ തേക്കൽ. അപ്പം അതിനായിട്ട് അനുവും വിഷ്ണുവും ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മുടെ ഹൽദി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. ഷഫിൾ ഇവൻറ്റ്സ് ഭയങ്കര സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഡെക്കോർ ആണെങ്കിലും അവർ ദ വേ ദേ പ്രസൻറ്റഡ് ഇറ്റ് എല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു. ഗെയിംസൊക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ ലൊക്കേഷൻ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീക്ക് ഫുൾ മഴയായിരുന്നു. അന്നൊരു ദിവസം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും മഴയായിരുന്നു. അന്ന് ആ സമയത്ത് നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് ആകെയുള്ളൊരു ഔട്ട്ഡോർ ഇവൻ്റ് ആയിരുന്നു. അന്ന് മഴ ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ക്യാൻഡിൽ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇങ്ങനത്തെ പരിപാടികളും ഇങ്ങനത്തെ ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സൊക്കെയാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഞങ്ങളിപ്പോൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. ആ പരിപാടി ഹൽദി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ ഫാമിലിയും ക്ലോസ് ഫ്രണ്ട്സും മാത്രമുള്ള ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു. പക്ഷേ കുഞ്ഞു പരിപാടി ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. നമുക്ക് ലൈഫ് ടൈം ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു. എല്ലാവരും അനുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു പരിപാടിയാണ്. അത് ഞങ്ങളുടെ കല്യാണം കോവിഡ് ടൈമിലായിരുന്നു. അപ്പം അധികം ആൾക്കാരൊന്നും ഒരു പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആകെ 50 പേരുള്ള കല്യാണമായിരുന്നു. സോ ആഫ്റ്റർ ലോങ് ടൈം നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് ശരിക്കും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നു അത്. അങ്ങനെ ഹൽദിയുടെ ഏകദേശം അവസാന പാർട്ടായപ്പോഴത്തേനും മഴ ചാറാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ആർക്കും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പരിപാടി സമയത്ത് ഫുൾ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ മഴ ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചു. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ Like, share, subscribe.